Now we discuss the problems to check whether three given points are on a line using slope. തന്നിരിക്കുന്ന മൂന്ന് ബിന്ദുക്കൾ ഒരേ വരയിലാണോ എന്ന് ചരിവ് ഉപയോഗിച്ച് പരിശോധിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. 3 പോയിന്റ്സ് എ ബി സി എന്ന 3 പോയിന്റ്സ് ഒരേ ലൈനിലെ പോയിന്റ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു മെത്തേഡ് യൂസ് ചെയ്തിരുന്നു, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട്. സോ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് 3 പോയിന്റ്സ് ഒരേ ലൈനിലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തത്? എ ബി പ്ലസ് എ സി ഓർ എ ബി പ്ലസ് ബി സി ഇസ് ഈക്വൽ ടു എ സി. ഏതെങ്കിലും 2 പോയിന്റ്സ് തമ്മിലുള്ള 3 പോയിന്റ്സിനെ 3 പെയറാക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും 2 പെയർസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സമ്മ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പെയറിന്റെ ഡിസ്റ്റൻസ് ആണോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ ബി കോമൺ പോയിന്റ് ആയിട്ടാണ് എഴുതിയത്. അപ്പൊ എ ബി പ്ലസ് ബി സി എ സി എന്ന് കിട്ടണം. ഇനി എ കോമൺ പോയിന്റ് ആയിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും? എ ബി പ്ലസ് എ സി, എ ആണ് ഇവിടെ കോമൺ പോയിന്റ് ആയിട്ട് എടുത്തത്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടണം? ബി സി കിട്ടണം. അല്ല എങ്കിൽ നമുക്ക് സി കോമൺ പോയിന്റ് ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് എ സി പ്ലസ് ബി സി എന്ന് പറയുന്നത് സി കോമൺ പോയിന്റ് ആണ്. അപ്പൊ അത് ബാക്കിയുള്ള മൂന്നാമത്തെ പെയർ ആയിട്ടുള്ള എ ബി കിട്ടണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് 3 പോയിന്റ്സ് ആർ ഓൺ ദ സെയിം ലൈൻ. ഓക്കെ, അതിന് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയും. അപ്പൊ നമ്മൾ 3 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഫോർമുലകളിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നൊന്നും നോക്കണ്ട. എ ബി കണ്ടുപിടിക്കുക. 3 കേസിലും നമുക്ക് എ ബി കാണണം, ബി സി കാണണം, എ സി കാണണം. അപ്പൊ 3 എണ്ണവും കണ്ടുപിടിക്കുക, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഏതെങ്കിലും 2 എണ്ണത്തിന്റെ സമ്മ മൂന്നാമത്തതാണോ എന്ന് നോക്കിയാൽ മതി. അത് ഏതിലാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഇതിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും, ഏതെങ്കിലും ഒന്നായിരിക്കും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ആ 3 പോയിന്റ്സ് ഒരേ ലൈനിലാണ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരുന്നു. അത് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. 3 പോയിന്റ്സ് ഒരേ ലൈനിലാണോ എന്ന് നമുക്ക് സ്ലോപ്പ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സ്ലോപ്പ് യൂസിങ് സ്ലോപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കാണുക എന്ന് നോക്കാം. ഓക്കെ, സോ ഈ 3 പോയിന്റ്സ് ഒരേ ലൈനിലെ പോയിന്റ്സ് ആണെങ്കിൽ ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള സ്ലോപ്പും ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള സ്ലോപ്പും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതായത് 3 പോയിന്റ്സിനെ നമ്മൾ പെയർ ആക്കുന്നു. എ ബി ഒരു പെയർ, ബി സി രണ്ടാമത്തെ പെയർ, എ സി മൂന്നാമത്തെ പെയർ. ഏതെങ്കിലും 2 പെയർസിലെ സ്ലോപ്പ് സെയിം ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന 3 പോയിന്റ്സും ഒരേ ലൈനിലാണ്. ഓക്കെ, അപ്പൊ സ്ലോപ്പ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി ആണെങ്കിൽ ഈ 3 പോയിന്റ്സും ഒരേ ലൈനിലാണ്. അപ്പൊ ഞാൻ അവിടെ എടുത്തത് ഈ 2 പെയർസ് ആണ്. എനിക്ക് ഫസ്റ്റ് പെയറും ലാസ്റ്റ് പെയറും എടുത്തും ചെയ്യാം. അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് എ സി ആയിരിക്കണം. ഓക്കെ, ഇനി അവസാനത്തെ 2 പെയർസ് എടുത്തും ചെയ്യാം. സ്ലോപ്പ് ഓഫ് ബി സി എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് എ സി ആയിരിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ സ്ലോപ്പ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ. അപ്പൊ നമുക്ക് എല്ലായിടത്തും കാണാം, നമുക്ക് ഈ 3 പെയർസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പോയിന്റ്സ് തരും, അതിനെ പെയറാക്കാം. എയും ബിയും ഒരു പെയർ, ബിയും സി രണ്ടാമത്തെ പെയർ, എയും സി മൂന്നാമത്തെ പെയർ. ഈ 3 പെയർസിന്റെയും സ്ലോപ്പ് കണ്ടുപിടിക്കും. സ്ലോപ്പ് ഓഫ് എ ബി കാണാം, സ്ലോപ്പ് ഓഫ് ബി സി കാണാം, സ്ലോപ്പ് ഓഫ് എ സിയും കാണാം. ഏതെങ്കിലും 2 എണ്ണം ഈക്വൽ ആയാൽ, ഏതെങ്കിലും ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത്? തന്നിരിക്കുന്ന 3 പോയിന്റ്സും ഒരേ ലൈനിലാണ്. സോ ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. 3 പോയിന്റ്സ് തന്ന് അതൊരു ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ എക്സാമിന് സ്ലോപ്പ് ഉപയോഗിച്ച് ചെയ്യുക, ഡിസ്റ്റൻസ് ഉപയോഗിച്ച് ചെയ്യുക എന്നൊന്നും പറയില്ല. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് മെത്തേഡും വെച്ച് ചെയ്യും. എ ബി സി എന്ന പാർട്ട് ആണെങ്കിൽ എ സ്ലോപ്പുമായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് 3 പോയിന്റ്സ് ഒരേ ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യുക എന്ന് ചോദിച്ചാൽ സ്ലോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് മെത്തേഡിലാണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനത്തെ എ ബി സി പാർട്ട് വന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ 2 മെത്തേഡുകൾ ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക.
ഒരു 3 പോയിന്റ്സ് ഒരേ ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എത്ര മെത്തേഡ്സ് ഉണ്ട്? 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുലയാണ്. അതിങ്ങനെ എ ബി കാണാം, ബി സി കാണാം, എ സി കാണാം, ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ സമ്മ് മൂന്നാമത്തെയാണോ എന്ന് ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ മെത്തേഡ് സ്ലോപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കും. സ്ലോപ്പ് ഓഫ് എ ബി കാണാം, സ്ലോപ്പ് ഓഫ് ബി സി കാണാം, സ്ലോപ്പ് ഓഫ് എ സി കാണാം. ഏതെങ്കിലും രണ്ടെണ്ണം ഈക്വൽ ആയാൽ, മൂന്നാമത്തത് അപ്പോൾ നോക്കണ്ട, ഏതെങ്കിലും രണ്ടെണ്ണം ഈക്വൽ ആയാൽ, രണ്ടെണ്ണത്തിലും ഈ 3 പോയിന്റ്സ് വരും. ഏത് രണ്ടെണ്ണം എടുത്താലും 3 പോയിന്റ്സ് വരും. രണ്ടെണ്ണം ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ ഈ 3 പോയിന്റ്സും ഒരേ ലൈനിലാണെന്ന് പറയാം. നമുക്കിനി അത്തരത്തിലുള്ള പ്രോബ്ലംസിലേക്ക് പോകാം. സ്ലോപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് 3 given points are on the same line എന്ന് പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 1, പേജ് നമ്പർ 227. Prove that the points 1, 3, 2, 5 and 3, 7 are on the same line. 1, 3, 2, 5, 3, 7 എന്നീ ബിന്ദുക്കൾ ഒരു വരയിലാണെന്ന് തെളിയിക്കുക. സോ നമ്മൾ ആദ്യത്തെ പോയിന്റിനെ എ എന്ന് പേര് കൊടുക്കാം, അപ്പോൾ A13. രണ്ടാമത്തെ പോയിന്റിന് ബി എന്ന് പേര് കൊടുക്കാം, B25. മൂന്നാമത്തെ പോയിന്റിന് സി എന്ന് പേര് കൊടുക്കാം, C37. അപ്പൊ നമ്മൾ പെയറായിട്ട് എ ബി, ബി സി, എ സി പെയറായിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കും. സ്ലോപ്പ് എ ബി, സ്ലോപ്പ് ഓഫ് എ ബി, എയുടെയും ബിയുടെയും സ്ലോപ്പ്, എ ബി ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പ് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ എങ്ങനെയാ കാണാം? y ഡിഫറൻസ് 5 minus 3 by x difference 2 minus 1. 5 minus 3 2, 2 minus 1 1, 2 by 1 എന്ന് പറയുമ്പോൾ 2 കിട്ടും. അപ്പൊ ആദ്യത്തെ പേരിന്റെ സ്ലോപ്പ് കണ്ടു. ഇനി രണ്ടാമത്തെ പേരിന്റെ സ്ലോപ്പ് കാണാം. സ്ലോപ്പ് ഓഫ് ബി സി, ഓക്കെ, y ഡിഫറൻസ് 7 minus 5 by x difference 3 minus 2. 7 minus 5 എത്രയാ? 2. 3 minus 2 എത്രയാ? 1. 2 by 1 2. ആദ്യത്തെ രണ്ട് പെയർ എടുത്തപ്പോൾ തന്നെ സ്ലോപ്പ് ഈക്വൽ ആയിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പെയർ നോക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം സ്ലോപ്പ് ഓഫ് എ ബി is equal to slope of BC. Therefore, A, B, C are on the same line. പ്രത്യേകം ഓർത്ത് വെക്കുക, നോട്ട്ബുക്കിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യണം. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടെ എഴുതുക. ഡിസ്റ്റൻസ് വെച്ചിട്ട് എങ്ങനെയാ കണ്ടുപിടിക്കുക, സ്ലോപ്പ് ഉപയോഗിച്ച് എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 3, പേജ് നമ്പർ 227. x1, x2, x3, etc. and y1, y2, y3, etc. are arithmetic sequences. Prove that all the points with coordinates in the sequence x1, y1, x2, y2, x3, y3, etc. of number pairs are on the same line. x1, x2, x3, etc. യും y1, y2, y3, etc. യും സമാന്തര ശ്രേണികളാണ്. x1, y1, x2, y2, x3, y3, etc. എന്ന ശ്രേണിയിലെ ജോഡികൾ സൂചക സംഖ്യകളായ ബിന്ദുക്കളെല്ലാം ഒരു വരയിൽ തന്നെ ആയിരിക്കുമെന്ന് തെളിയിക്കുക. അപ്പൊ നമുക്ക് തന്നതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? x1, x2, x3 എന്ന് പറയുന്ന ആ ഒരു സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ അവിടുന്ന് തുടങ്ങാം. ഗിവൺ x1, x2, x3, etc. is an arithmetic sequence. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് അരിത്മെറ്റിക് സീക്വൻസിന്റെ സമാന്തര ശ്രേണിയുടെ പ്രത്യേകത? അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കും. അതിനെയാണ് നമ്മൾ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ എഴുതാം ദെൻ x2 മൈനസ് x1 അല്ലെ, രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുക ചെയ്യുന്നു. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യണം. അപ്പൊ x2 മൈനസ് x1 എന്ന് പറയുന്നതും x3 മൈനസ് x2 എന്ന് പറയുന്നതും പിന്നെ അതിന്റെ അപ്പുറത്തുള്ള നമ്പർ ആണെങ്കിൽ x4 മൈനസ് x3 എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഈക്വൽ ടു നമുക്ക് D1 എന്ന് കൊടുക്കാം. കോമൺ ഡിഫറൻസ്, ആദ്യത്തെ കോമൺ ഡിഫറൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് D1 എന്ന് കൊടുക്കാം. വീണ്ടും ഒരു സീക്വൻസും കൂടി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ D1 എന്ന് കൊടുത്തത്.
ഓക്കെ, സോ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതാം D1 കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് ഓഫ് ഏത് അരിത്മെറ്റിക് സീക്വൻസാ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത x1 x2 x3 എന്ന അരിത്മെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് ആണ് D1. അപ്പൊ അതിലെ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അതേപോലെ നമുക്ക് വേറൊരു സീക്വൻസും തന്നിട്ടുണ്ട്. y1 y2 y3 എക്സെട്ര ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇതും ഒരു സമാന്തര ശ്രേണിയാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് വ്യത്യസ്തങ്ങളായ സമാന്തര ശ്രേണികളാണ്. ഓക്കെ, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവയുടെയും സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എടുത്താലും, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം എടുത്താലും, ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം എടുത്താലും ഒക്കെ സെയിം ആയിരിക്കും. അത് അതിന്റെ ആ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് ആയിരിക്കും. അതിന് ഞാൻ D2 എന്ന പേര് കൊടുക്കുന്നു. ഓക്കെ, വേർ D2 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് y1 y2 y3 എക്സെട്ര. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് തന്നതിൽ നിന്നാണ് നമ്മൾ ആ D1ലേക്കും D2ലേക്കും എത്തിയത്. അപ്പൊ അതാണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, എന്താണ് തെളിയിക്കേണ്ടത്? പ്രൂവ് ദാറ്റ് ഓൾ ദ പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് ഇൻ ദ സീക്വൻസ്, ഒരു സീക്വൻസിലെ കോർഡിനേറ്റ്സ് x1 y1 x2 y2 x3 y3 എന്ന ഒരു സീക്വൻസിലെ ഈ നമ്പർ പെയർസ് കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്ന പോയിന്റ്സ് എല്ലാം ഒരേ ലൈനിലാണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിന് പേര് കൊടുക്കാം. ഓക്കെ, ലെറ്റ് ഫസ്റ്റ് പോയിന്റിന് എ എന്ന് കൊടുക്കും. ax1 y1, bx2 y2, cx3 y3, അങ്ങനെ പോവാണ് സീക്വൻസ്. ഓക്കെ, അപ്പൊ എക്സെട്ര എന്നിട്ടാൽ മതി. അപ്പൊ നമ്മൾ ഒരേ ലൈനിലെ പോയിന്റ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിനെ വീണ്ടും പെയറാക്കും. എ ബി കാണും, ബി സി കാണും, എ സി കാണും, പിന്നെ ഇവിടെ ഡി ഉണ്ടെങ്കിൽ സി ഡി കാണും, എ ഡി കാണും, ബി ഡി കാണും, അങ്ങനെ കാണും. അപ്പൊ സ്ലോപ്പ് സെയിം ആണെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഈ പോയിന്റ്സ് ഒക്കെ ഒരേ ലൈനിലാണ്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് എ ബി എന്ത് വരും? y ഡിഫറൻസ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇനി y2 മൈനസ് y1 എന്താണ്? y2 മൈനസ് y1 ഇസ് ഈക്വൽ ടു D2 ആണ്. D2 ബൈ x2 മൈനസ് x1 എന്താണ്? D1 ആണ്. സോ നമുക്ക് എന്താ കിട്ടുന്നത്? D2 ബൈ D1 എന്ന് കിട്ടും. ഇനി അടുത്തത് സ്ലോപ്പ് ഓഫ് BC കാണാം. ഓക്കെ, അപ്പോൾ y ഡിഫറൻസ് y3 മൈനസ് y2 by x difference x3 minus x2. What is y3 minus y2? y3 minus y2 എന്ത് തന്നെയാണ്? D2 ആണ്. x3 minus x2 എന്താണ്? D1 ആണ്. അപ്പോൾ D2 by D1 എന്ന് കിട്ടി. ഇപ്പൊ തന്നെ നമുക്ക് സെയിം ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി വേറെ ഏത് പോയിന്റ്സ് എടുത്താലും നമുക്ക് എന്താ കിട്ടുള്ളൂ? സ്ലോപ്പ് D2 by D1 തന്നെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് എഴുതാം, സിൻസ് സ്ലോപ്പ് ഓഫ് AB is equal to slope of BC is equal to slope of CD എന്നങ്ങ് പോട്ടെ, is equal to etc equal to D2 by D1. ഒരു സ്ഥിര സംഖ്യയാണെന്ന് കിട്ടി. Therefore the points with coordinates x1 y1 x2 y2 x3 y3 etc are on the same line. എപ്പോഴാണ് ഈ കണ്ടീഷൻ ശരിയാവുന്നത്? if x1 x2 etc and y1 y2 y3 etc are arithmetic sequences. അരിത്മെറ്റിക് സീക്വൻസ് എന്നാൽ അപ്പോൾ കോമൺ ഡിഫറൻസിലേക്ക് കണക്ട് ചെയ്തോളാം. ബിക്കോസ് നമുക്ക് 3 പോയിന്റ്സ് ഒരേ ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ y ഡിഫറൻസും x ഡിഫറൻസും തന്നെയാണ് ആവശ്യം. അങ്ങനെ നമുക്ക് സ്ലോപ്പ് സെയിം ആണെന്ന് കാണിക്കാം.